മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഷയും അനായാസം സംസാരിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിൽ കൂടുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അറബി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ 25 സംസ്ഥാനത്തിൽ പരമുള്ള ഭാഷകളും സംസാരിക്കും. എന്നാൽ വളരെ വെറൈറ്റി ആയിട്ട്, വളരെ മനോഹരമായിട്ട് നമ്മുടെ റഫീഖുമായി പൊന്നാനി ഇറാനി പാർസി ഭാഷ സംസാരിക്കുന്നതാണ് ഇന്ന് മമ്മൂ സ്റ്റോറി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. بس انا بوينه اصلا على اول شيء بوينه اصلا نه هذا چی میشه کرد مجبور وقتی زیاد مجبوریم باید بریم چی میگیم والله سامان پوینه چی میگیم حالا ان شاء الله به امید خدا که خیر ان شاء الله ان شاء الله خیر باشه بازار کومش ان شاء الله این صرف بلاش ان شاء الله حالا شما چاینا خاص برات بیارم ان شاء الله ان شاء الله بیارم الان اینو واسه 150 گفتی 170 چطوری کردی بگیر والله میارم برات سه تا پالت میارم چه آخری چلو نمیشه 100 1500 بده 1500 شامل نگاه کنیم من رافیا مونی چه کلام ان شاء الله اوکی سلام عزیز برادر چه خبر ان شاء الله حالا باش خیره ان شاء الله ان شاء الله ترتیب کنیم ان شاء الله امشب برات بفرستم ان شاء الله അപ്പൊ നമ്മുടെ റഫീഖ് ഭായി എത്ര വർഷമായി പ്രവാസ ലോകത്ത്? ഞാൻ 30 വർഷമായി. 30 വർഷം. 1989 മുതൽ ഞാൻ പ്രവാസി. 1989 ആദ്യമൊക്കെ ഉണ്ടായിന്? ആദ്യം ഖത്തറിലാണ് പോയത്. ഖത്തറില് അവിടെ 30 വർഷം ജോലി ഉണ്ടായിരുന്നു. 30 വർഷം. ഒമാനിൽ എത്രയായി? ഒമാനിൽ പോയത് 5 വർഷം. പാർസി ഭാഷയായിരുന്നു പഠിച്ചത്? അത് ഞാൻ ഖത്തറിലാണ് പഠിച്ചത്. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ അവിടെ കുറച്ച് ഇറാനികളും കുറച്ച് മലയാളികളും മാത്രമേ ഉള്ളൂ. വളരെ റേറായിട്ട് കുറെ ബംഗാളികളും. അപ്പൊ എനിക്ക് മലയാളം അവർക്കറിയ ഭാഷ അവരുടെ പാർസി ആയിരുന്നു. അപ്പൊ ഞാൻ പാർസി പഠിച്ചേ പറ്റി അവരോട് പിടിച്ചേക്കാൻ അങ്ങനെ പഠിച്ചതാണ്. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ മാർക്കറ്റിലെ ഏറ്റവും ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് പാർസിയിൽ പഠിക്കുന്ന അതിശയം എങ്ങനെ പഠിച്ചവരെന്നോട് ചോദിക്കാറുണ്ട്. പറയുന്നുണ്ട് ചോദിക്കാൻ പാർസി ചോദിക്കാം. പക്ഷെ ഇത് വേറെ വിഷയം എന്നുണ്ടെങ്കിൽ ഇവിടെ ആരും അങ്ങനെ പാർസി പറയാൻ കേട്ടിട്ടില്ല. ഖത്തറില് കുറച്ച് ആൾക്കാരൊക്കെ മലയാളികളൊക്കെ പാർസി പറയുന്നവരുണ്ട്. മലയാളി പാർസി പറയുന്നവരുണ്ട്. ഇവിടെ തീരില്ല എന്ന് പറയേണ്ടി വരും. പഠിക്കാത്ത ഇവിടുത്തെ ഇറാനികളൊന്നും മറ്റുള്ളവരോട് പാർസി പറയുന്നില്ല. പിന്നെ ഹിന്ദിയാണ് പറയുന്നത്. അവര് ഉറുദു മിക്സ് ആയിട്ട് പറയാം. അതിന്റെ പേരിലാണ് പറയാറ്. ഹിന്ദി അറിയാം. അക്കാലത്തൊന്നും ഇറാനികൾക്കൊന്നും ഹിന്ദിയോ മറ്റുള്ള ഭാഷ അറിയില്ലായിരുന്നു. അവർക്ക് ഭാഷ അവരുടെ ഭാഷയായിരുന്നു. അങ്ങനെ ഞാനത് അവിടുന്ന് പഠിച്ചെടുത്താണ്.